കളിക്കളത്തിലെ പരിക്കുകളെ ഇനി പേടിക്കേണ്ട. എല്ലാവിധ സ്പോർട്സ് ഇഞ്ചുറികൾക്കുമുള്ള സമഗ്ര പരിഹാരം ഇവിടെയുണ്ട്. ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നിയർ കൈരളി തിയേറ്റർ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. 2026-27 വർഷത്തെ മലപ്പുറം നഗരസഭ കരട് പദ്ധതി രേഖ സമർപ്പിച്ചു. സമഗ്രം സുസ്ഥിരം ഉൾക്കൊള്ളുന്ന വികസനം എന്നതാണ് വികസന സെമിനാറിൽ നഗരസഭ കരട് രേഖ ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യം. അടിസ്ഥാന സൌകര്യ വികസനം, ഗുണമേന്മയുള്ള റോഡുകൾ, കാലുവഴികൾ, നടപ്പാതകൾ, കുടിവെള്ള വിതരണം ശക്തിപ്പെടുത്തൽ, നഗര ലൈറ്റിംഗ് സംവിധാനം നവീകരണം, ഡിജിറ്റൽ സേവനങ്ങൾ വ്യാപിപ്പിക്കൽ, ശുചിത്വവും മാലിന്യ നിർമ്മാർജ്ജനവും, ഉറവിടത്തിൽ തന്നെ മാലിന്യം വേർതിരിക്കൽ നിർബന്ധമാക്കൽ, ഹരിത സാങ്കേതിക വിദ്യയുടെ ഉപയോഗം, ശൂന്യ മാലിന്യ വാർഡുകൾ ലക്ഷ്യമാക്കി പ്രവർത്തനം, സാമൂഹ്യ സുരക്ഷയും ക്ഷേമവും, വയോജനങ്ങൾ, ഭിന്നശേഷിക്കാർ, സ്ത്രീകൾ, കുട്ടികൾ എന്നിവർക്കായി പ്രത്യേക പദ്ധതികൾ, ലൈഫ് മിഷൻ ഭവന നിർമ്മാണം വേഗത്തിലാക്കാൻ പോഷകാഹാര സുരക്ഷ ഉറപ്പാക്കൽ, വിദ്യാഭ്യാസം, ആരോഗ്യം, മനുഷ്യവിഭവ വികസനം, സ്കൂളുകളുടെ അടിസ്ഥാന സൌകര്യ നവീകരണം, പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളുടെ ശേഷി വർദ്ധിപ്പിക്കൽ, യുവജനങ്ങൾക്ക് തൊഴിൽ പരിശീലന പദ്ധതികൾ, വനിതാ ശാക്തീകരണവും സംരംഭകത്വവും, കുടുംബശ്രീ യൂണിറ്റുകൾക്ക് കൂടുതൽ പിന്തുണ, ചെറുകിട സംരംഭങ്ങൾക്ക് സാമ്പത്തിക സഹായവും മാർഗനിർദ്ദേശവും, സ്റ്റാർട്ടപ്പ് സൌഹൃദ നഗരമായി മലപ്പുറത്തെ മാറ്റുക, പരിസ്ഥിതി സംരക്ഷണവും കാലാവസ്ഥാ പ്രതിരോധ ശേഷിയും, നഗരഹരിതവൽക്കരണം, മഴവെള്ള സംരക്ഷണ പദ്ധതികൾ, ഊർജ്ജക്ഷമമായ പൊതുസൌകര്യങ്ങൾ, ജനപങ്കാളിത്തമാണ് ശക്തി എന്നിവയാണ് നഗരസഭ മുന്നോട്ടുവയ്ക്കുന്നത്. വാർഡ് സഭകളിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ, വർക്കിംഗ് ഗ്രൂപ്പുകളുടെ ശുപാർശകൾ, വിദഗ്ധരുടെ അഭിപ്രായങ്ങൾ ഇവയെല്ലാം ഉൾപ്പെടുത്തി തയ്യാറാക്കുന്ന സമഗ്ര പദ്ധതിയാണ് നഗരസഭ തയ്യാറാക്കുന്നത്. വികസന സെമിനാർ പി ഉബൈദുള്ള MLA ഉദ്ഘാടനം ചെയ്തു. തുടക്കത്തിൽ റിസോഴ്സ് പേഴ്സൺ റസാഖ് മാഷ് നടത്തിക്കഴിഞ്ഞു. സ്വാഗത പ്രസംഗത്തിലും അധ്യക്ഷ പ്രസംഗത്തിലും തുടർന്ന് നടപ്പാക്കാൻ പോകുന്ന പദ്ധതികളെക്കുറിച്ച് വിശദീകരിക്കേണ്ടായി. 95-ലാണ് പഞ്ചായത്ത് രാജ് നഗരപാലിക സംവിധാനം നിലവിൽ വന്നത്. അതിനുശേഷമാണ് നമ്മുടെ പ്രദേശങ്ങളിൽ എന്ത് വികസന പദ്ധതികളാണ് നടപ്പാക്കേണ്ടതെന്ന് സംബന്ധിച്ച് തീരുമാനിക്കാനുള്ള അധികാരം ജനങ്ങളിൽ നിക്ഷിപ്തമായി. മറ്റേ മലപ്പുറം നഗരസഭയിൽ എന്ത് നടത്തണമെന്ന് തീരുമാനിച്ചിരുന്നത് നമ്മളായിരുന്നില്ല. തിരുവനന്തപുരത്തും ഡൽഹിയിലൊക്കെ ഉദ്യോഗസ്ഥന്മാരാണ് ഓരോ പ്രദേശങ്ങളിലും എന്ത് വികസന പദ്ധതികൾ നടത്തേണ്ടത് തീരുമാനിച്ചത്. പഞ്ചായത്ത് രാജ് നഗരപാലിക സംവിധാനം വന്നതോടുകൂടി മുനിസിപ്പാലിറ്റികളിൽ വാർഡ് സഭകൾ ചേർന്ന് ജനങ്ങളിൽ നിന്ന് വികസന നിർദ്ദേശങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന് അതിനുശേഷം മുനിസിപ്പൽ ഭരണസമിതി യോഗം ചേർന്ന് അതിന് ഇടയ്ക്ക് വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ചേർന്ന് ഇതുപോലെ വികസന സെമിനാർ നടത്തി അങ്ങനെ വിശദമായ ചർച്ച നടത്തിയിട്ടാണ് വികേന്ദ്രീകൃത ആസൂത്രണ പ്രവർത്തനത്തിന് നമ്മൾ നേതൃത്വം കൊടുത്തു. നഗരസഭയുടെ സമഗ്രമായ വികസനത്തിന് കരുത്താകുന്ന പദ്ധതികളാണ് കരടിൽ ഉൾപ്പെട്ടിരിക്കുന്നതെന്നും നാടിന്റെ സമഗ്രമായ വികസനങ്ങൾക്കൊപ്പം ജനക്ഷേമ പദ്ധതികളും പ്രതീക്ഷയാണെന്ന് അദ്ദേഹം പറഞ്ഞു. നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് റിനിഷ അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷ മറിയുമ്മ ഷെരീഫ് വികസന നയപ്രഖ്യാപനം നിർവഹിച്ചു. വൈസ് ചെയർമാൻ ജിതേഷ് ജി, സ്ഥിരം സമിതി അധ്യക്ഷരായ പരി അബ്ദുൾ മജീദ്, ഹാരിസാമിയൻ, ആബിദ എട്ടുവീട്ടിൽ, സമീറ മുസ്തഫ, PK ബാവ, അനിൽകുമാർ, CH ജമീല ടീച്ചർ, ഖാദർ മേൽമുറി, ശ്രീധരൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. CA റസാഖ് മാസ്റ്റർ പദ്ധതി വിശദീകരിച്ചു. സെക്രട്ടറി CK സുധീർ സ്വാഗതവും മൻസൂർ PC നന്ദിയും പറഞ്ഞു. ഈസ്റ്റ് ലൈവ്, മലപ്പുറം.